ഒന്നേ പറയാനുള്ളൂ, ഉണ്ണി മുകുന്ദൻ, നിങ്ങൾ ഇത്രയും കാലം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത് ഈ മാർക്കോ ചെയ്യാനായിട്ടാണ്. അത്രയും സൂപ്പർ, ഒരു രക്ഷയില്ല. ഈ സിനിമയിലെ ഡയലോഗുണ്ട്, ഞാൻ വന്നപ്പോൾ തൊട്ട് എല്ലാ ചെന്നായ്ക്കളും എന്നെ ഓടി അകറ്റാനായിട്ട് നോക്കുകയാണ്, ഇനി ഞാൻ മതി. അത് തന്നെയാണ് സത്യം. ഈ സിനിമ ഒരു ബെഞ്ച് മാർക്കാണ്. മാർക്കോയ്ക്ക് ശേഷമുള്ള ഫൈറ്റ് സിനിമകൾ എന്നേ പറയുള്ളൂ. എല്ലാത്തിനും കാരണക്കാരൻ ഹനീഫ് അദേനി. ആ പേര് നിങ്ങൾക്കും ഉണ്ണിമുകുന്ദനും എനിക്ക് തോന്നണില്ല ഇതിനേക്കാളും നന്നായിട്ട് ഇനി സിനിമ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും സൂപ്പർ, മനോഹരം, കണ്ടിരിക്കാൻ തോന്നും. BGMന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. തീപ്പൊരി ഐറ്റം, പെട്ട സാധനം, തുടക്കം തൊട്ട് അവസാനം വരെ. ഫൈറ്റുകൾ ഒന്നിനൊന്ന് മെച്ചം. ധാരാളം ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ഫൈറ്റ് മറ്റേ ഫൈറ്റ് സീനുമായിട്ടൊരു സാമ്യതൊക്കെ തോന്നും. പക്ഷെ ഇത് ഒന്നിന്റെ ഇരട്ടി പവറാണ് അടുത്തത്. ഉണ്ണിമുകുന്ദന്റെ എനർജി പറയാതെ വയ്യ. മലയാള സിനിമയിൽ ഇത്രയും നല്ല എനർജി ഉള്ള ഒരാൾ ഉണ്ടോന്ന് തന്നെ ഡൗട്ടാണ്. ഇന്ത്യൻ സിനിമയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സൂപ്പർ. ജഗദീഷ്, സിദ്ദീഖ് പറയാൻ വേണ്ട. അല്ല, അവരുടെ കഴിവ് നമുക്കറിയാലോ. പക്ഷെ ഇത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി അവരെ. അത്രയും സൂപ്പർ. ദുൽഖറിന് ചെയ്യാൻ പറ്റാത്തത് ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ട്. അത്ര വിചാരിച്ചാൽ മതി. നിങ്ങൾ എണ്ണി വെച്ചോ, 2-3 ദിവസത്തിനുള്ളിൽ ഇത് പാൻ ഇന്ത്യൻ തൂക്കും, ഉറപ്പാണ്. പുഷ്പേനൊക്കെ എടുത്ത് കളയും. ഇനി ആരും പുഷ്പേനെ കുറിച്ച് സംസാരിക്കില്ല, മാർക്കോയെ കുറിച്ച് സംസാരിക്കുള്ളൂ. ഇത്രയും ലുക്കിൽ ഡിഫൻഡർ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഡിഫൻഡർ കാണുമ്പോൾ തന്നെ രോമാഞ്ചാണ്. അതും ആ ഷോട്ടിൽ ഡിഫൻഡർ അങ്ങനെ കയറി വരുന്നതൊക്കെ നമ്മൾ ലൈവായിട്ടൊരു പെയിൻറ്റിങ് ഇങ്ങനെ കണ്ട് അത് മുഴുവനാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ് സിനിമ. മാർക്കോ മലയാളിക്ക് കിട്ടിയ മുത്താണ്. ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോയെന്ന് ഇന്നലെ വരെ ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ ചെയ്തു കഴിഞ്ഞു, അതാണ് സത്യം. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വയലൻസ് കാണിച്ച വേറെ സിനിമ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഒറ്റയ്ക്ക് വന്ന് പടവെട്ടി യുദ്ധം ജയിച്ച പോലെയാണ്. അദ്ദേഹം കുറേ അനുഭവിച്ച് പല കാരണങ്ങളായിട്ട്. നമുക്കറിയാം സമാജം സ്റ്റാർ എന്തൊക്കെയാണ് പുള്ളി വിളിച്ചതെന്ന്. പലർക്കും പുള്ളിയുടെ പേര് കേട്ടാൽ തന്നെ അത് അവനെ മറ്റേ പാർട്ടിക്കാരനല്ലേ, മറ്റേ വിഭാഗത്തിൻ്റെ ആളല്ലേ, അവൻ അതല്ലേ, അവൻ ഇതല്ലേ. പക്ഷെ ഇതെല്ലാം തകർത്തെറിഞ്ഞിട്ട് മാർക്കോ വന്നിട്ടുണ്ട്. മാർക്കോ ഇസ് എ മാർക്ക്, ബെഞ്ച് മാർക്ക്. സിനിമ കണ്ടിറങ്ങിയ ഒരാൾ പോലും നെഗറ്റീവ് പറയില്ല. അത്രയ്ക്കും ഉണ്ട് ആ സിനിമ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് വെച്ചാൽ ഇത്രയും മനോഹരമായിട്ടൊക്കെ സിനിമ എടുക്കാൻ പറ്റുമോ? ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സെക്കൻഡ് ഹാഫിൽ ഞാൻ വിചാരിച്ചാണ് മിക്കവാറും പാട്ട് കയറി വരും, കുളമാകും. പക്ഷേ അറിഞ്ഞു പണിതിട്ടുണ്ട്, കണ്ടറിഞ്ഞ് പണിതിട്ടുണ്ട്. വെറുപ്പിക്കുന്ന, ലാഗടിക്കുന്ന ഒരു സാധനം പോലും ഇല്ല അതിൽ. ഇതൊക്കെയാണ് മാസ്റ്റർ പീസ് എന്ന് പറയണത്. നമുക്ക് ഫൈറ്റ്, കില്ലിങ് ഒക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നും ചിലപ്പോൾ. അത് ഈ സിനിമ കാണുമ്പോഴാണ്. ഉണ്ണി മുകുന്ദന് ചുരുക്കം ഡയലോഗേ ഉള്ളൂ, പക്ഷേ അതിൽ 99% പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഒരു ഡയലോഗുണ്ട്, ഒരു തീപ്പൊരു സാധനം. അതാണ് മാർക്കോ. ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഒരാളും വിചാരിക്കില്ല അങ്ങനെ ഒരു ഡയലോഗ് പള്ളീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറയുമെന്ന്. ഞാൻ വിചാരിച്ച് ഞാൻ പള്ളീൻ്റെ ഉള്ളിൽ ആ മാസ് കാണിക്കാനായിട്ട് കയറുവാണ്, അലമ്പാവും, കരഞ്ഞ് പിഴിയോ അങ്ങനെയൊക്കെ വിചാരിച്ചേ. പക്ഷേ ചിറകം തൂക്കി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി KGF റോക്കിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കില്ല. ഇനി സംസാര വിഷയം മാർക്കോ ആണ്. മലയാളികൾക്ക് അഭിമാനിക്കാട്ടോ. സത്യമായിട്ടും നമ്മുടെ മലയാള സിനിമയിൽ എന്തോരം വെറൈറ്റി സിനിമകളാണ്. ഭ്രമയുഗം, പ്രേമലു, ദൃശ്യം, കാതൽ, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. മലയാള ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നും പറയാനില്ല, നമ്മളെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. ഇത്രയും നല്ല കലാകാരന്മാർ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. താങ്ക് ഗോഡ്, ഇറ്റ്സ് ഗ്രേറ്റ്.